എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കുന്നത് ഇന്നിപ്പോൾ കായ ചേന ഒരു എരിശ്ശേരി പോലെ തന്നെ എരിശ്ശേരി തന്നെയാണ് അത്. പിന്നെ ബീറ്റ്റൂട്ടിൻ്റെ പച്ചടി. അപ്പോൾ എന്താ വെച്ചാൽ ഇന്നും നമ്മൾ വേറെ ഒരു ഒഴിച്ചുകറി, നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ഒരു ഒഴിച്ചുകറി, സാമ്പാർ പോലെയുള്ള ഒഴിച്ചുകറി ഇല്ലാതെ എളുപ്പം. അപ്പോൾ നമുക്ക് അതൊന്ന് കാണാം. അപ്പോൾ ഒരു ചേന ഒരു പകുതി കഷ്ണം, പിന്നെ ഇതാ 2 കായുണ്ട്, പിന്നെ ബീറ്റ്റൂട്ട് പച്ചടിക്കുള്ളതാണ്. അപ്പോൾ ആദ്യം നമ്മൾ കായ 2 കായാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കാം. നമ്മൾ ഏണൊക്കെ ചെത്തിയിട്ട് ഇന്നിപ്പോൾ നമുക്ക് എരിശ്ശേരിയാണ്. പിന്നെ ചേന, അപ്പോൾ ഒക്കെ കഴുകിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നുറുക്കാണ് വേണ്ടത്. 4 കീറാക്കല്ലേ? അപ്പോൾ അങ്ങനെയുണ്ട്. 4 കീറാക്കിയ ശേഷം നമുക്ക് ഇങ്ങോട്ട് നുറുക്കിയെടുക്കാം. അപ്പോൾ 2 കായ് ഒക്കെ നുറുക്കിയെടുക്കാം. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ ബീറ്റ്റൂട്ടിൻ്റെ പച്ചടീൻ്റെ അതുണ്ടാക്കാനുള്ളത്. ഇനിയിപ്പോൾ ചേന, അത് പിന്നെ ഇങ്ങനെ ചെറുതാക്കി കൊത്തിയിടാം. ഇതിപ്പോൾ നമ്മൾ വേവിച്ച് ഒന്നും കണ്ട് ഉടയ്ക്കൊക്കെ ചെയ്യാമല്ലോ, എരിശ്ശേരിക്കാവുമ്പോഴും അങ്ങനെ ഉണ്ട്. അപ്പോൾ അതിവിടെ ആയി നുറുക്കൽ. അത് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ കുക്കറിലാണ് വേവിക്കുന്നത്. അതിൽ പരിപ്പിടൊക്കെ ചെയ്യാം, പക്ഷേ ഞങ്ങൾ പിന്നെ പരിപ്പിട്ടിട്ടില്ല. മഞ്ഞപ്പൊടി, പിന്നെ മുളക് പൊടി അത് ചേർക്കാണ്. പിന്നെ അതിൽ ഉപ്പ് ചേർക്കാം. പിന്നെ നമുക്ക് വെള്ളം ആവശ്യത്തിന് ചേർക്കാം. അപ്പോൾ നമുക്ക് അതവിടെ വേവട്ടെ. തേങ്ങ ചിരവാം. ഇത് നമുക്ക് അതിലേക്ക് അരയ്ക്കാനുള്ളതാണ്. പിന്നെ ചെറിയ ജീരകം അതും ചേർത്തിട്ടാണ് അരയ്ക്കാനുള്ളത്. ഇപ്പോൾ ഒരു 2 വിസിൽ കഴിഞ്ഞ ശേഷം, അത്യാവശ്യം നല്ല വേവുന്നത് തന്നെയാണ് ചേനയൊക്കെ, 2 വിസിൽ കഴിഞ്ഞു. എന്നിട്ട് നമ്മൾ അരച്ചത് അത് ചേർക്കാണ്. കുറച്ച് വെള്ളമുണ്ട്, എന്നാലും കഴിക്കാനൊക്കെ ആകുമ്പോഴേക്കത് പറ്റാണ്ട് കുറുകി വരും. ഇനിയിപ്പോൾ അതിൽ കറിവേപ്പില അത് ചേർക്കാം. പിന്നെ വെളിച്ചെണ്ണയിൽ കടുകും വറ്റൽമുളകും അത് നമുക്ക് താളിച്ച് ചേർക്കാണ് വേണ്ടത്. അപ്പോൾ എരിശ്ശേരി ഇവിടെ റെഡിയായി. അപ്പോൾ ഏതായാലും ആദ്യം നമ്മൾ ഇതുണ്ടാക്കി, നമ്മൾ എരിശ്ശേരി കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് പിന്നെ ബീറ്റ്റൂട്ട് പച്ചടീൻ്റെ പണിയുള്ളൂ. അപ്പം ഇനി അത് നോക്കാം. ഒരു ഒറ്റ ബീറ്റ്റൂട്ട്, കുറച്ച് വലിപ്പമുള്ളത് തന്നെയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് തോലിയെത്താം. ഇനിയിപ്പോൾ അതൊന്ന് നുറുക്കാം. മിക്സിയിൽ ഇങ്ങോട്ട് നമുക്ക് അരച്ചെടുക്കാനുള്ളതാണ്. ഇത് ഇങ്ങോട്ട് നല്ലപോലെ കുറുക്കി
പിന്നെ പച്ചമുളക് ഇവിടെ ഉണ്ട്. ഇനിയിപ്പോൾ അത് നമുക്ക് മിക്സീൻ്റെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കാനുള്ളതാണ്. ഇനി അതിലിതാ നമ്മൾ തൈര് അത് ചേർക്കണം. പിന്നെ നമുക്ക് ഉപ്പിടാം. ഇതിപ്പോൾ നമ്മൾ അരച്ചെടുത്തു കണ്ടോ. അപ്പോൾ നല്ലപോലെ ഉണ്ട് അരഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ വെളിച്ചെണ്ണ ചൂടായി അതിൽ കറിവേപ്പില ഇടുകയാണ്. ഇതിലിപ്പോൾ വറ്റൽമുളക് വേണമെങ്കിൽ ചേർക്കാം. ഞങ്ങളിപ്പോൾ ഈ കറിവേപ്പില മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ അരച്ച് വെച്ചത് അതതിലേക്കാണ്ട് ചേർക്കാം. ഇതൊന്നും ഇങ്ങോട്ട് കുറച്ചൊന്നുണ്ട് ചൂടായി ഒന്ന് ഇളക്കി കൊടുക്കുക. അത്രയേ ഉള്ളൂ പണി. അപ്പോൾ നമുക്ക് ഊണ് കഴിക്കായി. നമ്മളെ കായ എരിശ്ശേരി, കായയും ചേനി കണ്ടോ ഇപ്പം തന്നെ കട്ടയായിട്ടുണ്ട്. പിന്നെ ബീറ്റ്റൂട്ടിൻ്റെ പച്ചടി. അപ്പോൾ ഇന്ന് ഇതാണുള്ളത്. ഇന്നിപ്പോൾ അമ്മയ്ക്ക് പപ്പടമില്ല. ഇന്നും നമുക്ക് ഒഴിച്ചുകറി ഇല്ലാതെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കും. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും. ടിൽ ദെൻ ഗുഡ് ബൈ.